ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വന്നിട്ട് കോളേജ് ടൂറാണ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇന്ന് കോളേജ് ടൂർ പോവുകയാണ്. ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പം കൂടുതൽ വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കാലിക്കറ്റിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വൺ സൈഡ് ഓൾമോസ്റ്റ് ഒരു 10 hours വരെ ട്രാവൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം എൻഗേജ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് നമ്മൾ ഗെയിംസൊക്കെ കളിച്ചു, അങ്ങനെ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരെല്ലാവരെയും ഫേസിലുണ്ടായിരുന്നു. പിന്നെ കോളേജ് ടൂറിന് എപ്പോഴും നല്ല എനർജിയാണല്ലോ. അപ്പോൾ അവരത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാവൽ ചെയ്യുന്നതും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ബോഗി തന്നെയായിരുന്നു. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതും എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു. നമ്മൾ കുറച്ച് പേരൊക്കെ കയ്യിൽ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30, 6 o'clock ആവാനായപ്പോഴത്തേനും നമ്മൾ മഡ്ഗോൺ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബസ് ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. ബാഗ ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. Goa is fantastic place. Traveling experience more dangerous than critical. കുറേ കഷ്ടപ്പെട്ടാണ് വന്നത്. പക്ഷേ കുഴപ്പമില്ല. നൈസ് എക്സ്പീരിയൻസ്. Nice. അപ്പോൾ അതേ ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ ബസ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നമ്മളെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് പോകുന്ന നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് നമ്മൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് നൈറ്റ് ഒരു 9 o'clock ഒക്കെ ആയ സമയത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു ആ സമയത്ത്. നമ്മൾ പോയ സമയത്ത് അവിടെ ആക്ച്വലി ഒരു വെഡ്ഡിങ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരുപാട് ഷാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ എല്ലാവരും കയ്യിൽ ഈ ഒരു ക്രൗണും പിന്നെ ഇതേപോലെ ലൈറ്റ് വരുന്ന ബാംഗിൾസ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിൽ അവിടെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇത് വന്നിട്ട് നോർത്ത് ഗോവയാണ്. അതായത് ബാഗ ബീച്ചിന് അടുത്താണ്. ഓൾമോസ്റ്റ് ഒരു 6 kilometers സംതിങ് ആണ് ഇവിടുന്ന് ബാഗ ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിനായിരുന്നു. ബാക്കി ലഞ്ച് ഡിന്നറൊക്കെ നമുക്ക് പുറത്തുനിന്ന് വേറെ ഹോട്ടൽസിൽ നിന്നാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിൽ. അതേപോലെ നമ്മൾ ഈ ഒരു ടൂറ് നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകി നമ്മളെ കൂടെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിപ്പ് വേ ഹോളിഡേയ്സ് ആണ്. ആക്ച്വലി ഇവർ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ്. പക്ഷേ ഓൾ ഇന്ത്യ ഒരു ടൂർസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അത്രയും നീറ്റാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് 2 സൈഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സീ വ്യൂ കാണാനൊക്കെ വേണ്ടി പറ്റുന്ന ഒരു സ്പോട്ടാണ് അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇവിടേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതിന് താഴെ നമ്മൾ കാണുന്ന ബീച്ചിൽ അവിടെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോസ് എടുക്കാനൊക്കെയുള്ള പ്ലാനിങ്സിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഫോർട്ടിൻ്റെ വേറെ എൻഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഗ്ലാസ് എല്ലാം വെച്ചിട്ട് കുറച്ചും കൂടി സെക്യൂർഡ് ആണ് കേട്ടോ, സേഫാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ. എഗെയിൻ ഇവിടെ നിന്നും നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട് ആക്ച്വലി. ആ സമയത്ത് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വരുന്നു, ഫോട്ടോ എടുക്കുന്നു, അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഒരുപാട് സമയമൊന്നും അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് തന്നെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഗോഡ ഫോർട്ടിന് വേറൊരു സൈഡ് കൂടി ഉണ്ടെന്ന്. അപ്പം അവിടെയാണ് ഇപ്പം നമ്മളുള്ളത്. ശരിക്കും നമ്മൾ നേരത്തെ പോയ സ്ഥലത്തുനിന്ന് കുറച്ചും കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ബസ്സിൽ വന്നിട്ട് ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അവിടെ ഇങ്ങനെ ഗേറ്റ് വഴിയാണ് നമ്മൾ വരുന്നത്. ഗേറ്റ് വഴി വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു വ്യൂ ആണ് ആദ്യം തന്നെ കാണുന്നത്. എന്ത് ഭംഗിയാണെന്ന്. എനിക്കത് ഒരിക്കലും നമുക്ക് നമ്മൾ നേരിട്ട് കാണുന്ന പോലെ നമുക്ക് ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്കും ഭംഗിയാണ്. അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ കുറേ നടക്കാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ളൊരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കറങ്ങി വന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി.
അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാൻഡ്ലിൻ ബീച്ചിലായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോയതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച ശേഷം അടുത്ത ബീച്ചിലേക്ക് എത്തി. ഡേ ടൈം ഏറ്റവും അടിപൊളിയായിട്ട് കാണുന്നത് ഈ ഒരു ബീച്ചാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഈ അഞ്ജന ബീച്ച് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സൈഡ് നടന്നിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്ന്. അപ്പം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാം, നല്ല വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പോയ ബീച്ചസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഏരിയ ആണ്. അങ്ങനെ കുറേ സമയം ബീച്ചിലൂടെ നടന്ന ശേഷം നമ്മൾ ഇവിടെ കുറച്ച് പേര് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതും ഓരോ പാക്കേജസ് ആണ്. നമുക്ക് ഏത് ആക്ടിവിറ്റി ആണോ നമുക്ക് വേണ്ടത് അത് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യണം. അങ്ങനെയാണ് ഇവർ പോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബനാന റൈഡ്. കുറച്ച് ദൂരെ പോകുന്നതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതിനുശേഷം ഒരു പാരാസെയിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്കിത് കാണുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ നല്ല പേടിയാണ് പാരാസെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര പേടിയാണ്. പക്ഷെ എന്ത് രസമാണല്ലേ കാണാൻ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഡ്രസ്സസിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ജുവല്ലറീസിന് വേണ്ടിയിട്ട്, ഡെക്കർ ഐറ്റംസിന് വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്. ഇവിടുന്നൊക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം പറയുന്ന റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്ത് മാക്സിമം എത്ര നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്ര കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കിക്ക് എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് പോയി. ആക്ച്വലി സൺസെറ്റ് കാണാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ സമയത്തിന് എത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എത്തുന്ന സമയത്തും നല്ല അടിപൊളിയൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് കലങ്കോട്ട് ബീച്ചാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് വാഗത്തൂർ ബീച്ചിലേക്കാണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല, എന്ത് ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ അതർ സൈഡിൽ നമുക്ക് കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ലൈക്ക് അവിടുത്തെ സ്വീറ്റ്സും ബാഗുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളെയും ഒരുപാട് ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഡ്രസ്സസിനൊക്കെ ഇവിടെ റേറ്റ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ അവിടെ ഇരുന്ന് കുറേ സമയം എൻജോയ് ചെയ്ത ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി.
ഹായ്, അങ്ങനെ ഡേ 3 ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ എഗെയിൻ ഇപ്പോൾ ഉള്ളത് നമ്മൾ നോർത്ത് ഗോവയിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ സൗത്ത് ഗോവയിലേക്ക് പോകാൻ പോവാണ്. അവിടെ ഒരുപാട് ചേർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ബസിലിക്ക ബോം ചേർച്ചാണ്. ഇത് സൗത്ത് ഗോവയിൽ വരുന്ന ഒരു ചേർച്ചാണ്. ഇതിനടുത്ത് തന്നെയാണ് നമുക്ക് മ്യൂസിയം വരുന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് ആയിരുന്നില്ല. ഉള്ളിൽ ചേർച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ ക്യാമറ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മ്യൂസിയം വരുന്നത്. അധികം ദൂരമൊന്നുമില്ല, തൊട്ട് മുന്നിൽ തന്നെയാണ് മ്യൂസിയം. പക്ഷേ നമ്മൾ ആക്ച്വലി മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും പോയില്ല, കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വെയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഗ്രൗണ്ട് വരെ ഒന്ന് പോയി അവിടെ നിന്ന് 1-2 ഫോട്ടോസ് എടുത്ത് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. കുറച്ചുകൂടെ വെയിൽ കുറവുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അതിലൂടെ നടക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. ഒരു 11 o'clock ഒക്കെ ആയ സമയത്താണ് നമ്മളിപ്പോൾ അവിടെ ഉള്ളത്. ഭയങ്കര വെയിലാണ്. അവിടുന്ന് ഫുഡ് കഴിച്ച ശേഷം നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ അടുത്ത സ്പോട്ട് വന്നിട്ട് ഡോണപ്പോളോ ബീച്ചാണ്. ഇവിടെ ഇതേപോലെ ഒരുപാട് സ്പോട്ട് കേട്ടോ, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട്സൊക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത് നമ്മൾ നടന്ന് ബീച്ച് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നെത്തുന്നത് ഈ ഒരു ബീച്ചിലേക്കാണ്. ഇവിടെ എൻട്രി പാസ് ഉണ്ട് കേട്ടോ, ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല അടിപൊളി വൈബുള്ളൊരു ബീച്ചാണ്. നമുക്ക് ഒരുപാട് ഇരിക്കാനും സംസാരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ബീച്ചാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ബീച്ച്.
നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുന്നത് ഈ ഒരു ബീച്ചിലായിരിക്കും. അത്രത്തോളം അടിപൊളി ബീച്ചാണ്. ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഓരോ സൈഡിൽ നിന്നും അടിപൊളി വ്യൂ ആണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 o'clock ആ ഒരു ടൈമാണ്. അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. പക്ഷേ വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല, നമുക്ക് അവിടുന്ന് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം അടിപൊളി പ്ലേസാണ് അത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ്. അങ്ങനെ അതേ നല്ലൊരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ട ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ശരി, കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിലെത്തുമ്പോഴത്തേനും ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫുഡിൻ്റെ ടൈം ആയല്ലോ. അപ്പം നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ട് നോക്കിപ്പോയി. അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് പനാജിയിലേക്കാണ്. പനാജി എന്ന് പറയുന്നത് ഗോവയുടെ തന്നെ ക്യാപിറ്റലാണ്. പിന്നെ ഗോവയിലെ മെയിൻ മാർക്കറ്റാണ് ഈ പനാജി എന്ന് പറയുന്നത്. ഒരുപാട് മാർക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കസീനോസ്, ഒരുപാട് കസീനോസും കാര്യങ്ങളൊക്കെ ഈ ഒരു പനാജിയിലുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കസീനോസാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അറ്റൽ സേതു എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രിഡ്ജാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു അറ്റൽ സേതു എന്ന് പറയുന്നത്. ആക്ച്വലി മന്ദോവി നദീനെ കവർ ചെയ്തുകൊണ്ട് വരുന്നൊരു ബ്രിഡ്ജും കൂടിയാണിത്. ഇത് പനാജി തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജും വരുന്നത്. നൈറ്റ് ഇതിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടൂറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി നമ്മൾ നാളെ 5:30ക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത് കാലിക്കറ്റിന്. അപ്പം നമുക്ക് ആക്ച്വലി 5:30ക്കായിരുന്നു ട്രെയിനെങ്കിലും ട്രെയിൻ ഡിലേ ആണ്. അപ്പം നമ്മൾ 6:10 നമുക്ക് ട്രെയിൻ ടൈം വരുന്നത്. അപ്പം നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്നിലല്ല. തിരിച്ച് കാലിക്കറ്റ് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇത്രയും ദിവസത്തെ എല്ലാ ക്ഷീണവും ഇപ്പം എല്ലാവരെയും മുഖത്ത് കാണാനുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സീറ്റിങ്സും കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഹോൾ ടീം.